13-14 വയസ്സിൽ തന്റെ മുത്തശ്ശിയെ തീവ്രവാദി ആക്രമണത്തിൽ നഷ്ടപ്പെടുക. 20-21 വയസ്സിൽ തന്റെ അച്ഛനെ മറ്റൊരു തീവ്രവാദി ആക്രമണത്തിൽ നഷ്ടപ്പെടുക. ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായവരാണ് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയും അച്ഛനും. സ്വന്തക്കാരെ നഷ്ടപ്പെടുന്നതിന്റെ വേദന അദ്ദേഹത്തെക്കാൾ നന്നായി ഒരുപക്ഷെ ആർക്കാണ് അറിയാൻ കഴിയുക. നമസ്കാരം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ വയനാടിന്റെ കണ്ണീരൊപ്പാൻ സാന്ത്വനത്തിനായി വയനാട് MP കൂടിയായ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അദ്ദേഹത്തിന്റെ സഹോദരി ഒരുപക്ഷെ ഭാവി വയനാട് MP ആയി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുമെന്ന് നമുക്കറിയുന്ന പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയോടൊപ്പം വയനാടെത്തും. എന്തിനാണ് നേതാക്കൾ വരുന്നതെന്ന് പലപ്പോഴും ചോദിക്കാറ്. ഏത് നേതാവാണെങ്കിലും, നാളെ ശ്രീ രാഹുൽ ഗാന്ധി ആണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു വലിയ നേതാവാണെങ്കിലും വരുന്നത് ആ സ്ഥലത്തേക്ക്, ആ പ്രദേശത്തേക്ക് കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരും. അവിടുത്തെ റിലീഫ് ആക്ടിവിറ്റീസ് ബെറ്റർ ആക്കും. ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ 3 ഘട്ടങ്ങളാണ് ഉണ്ടാകുക. അതിനെ വിളിക്കുന്നത് റെസ്ക്യൂ, റിലീഫ്, റീഹാബിലിറ്റേഷൻ എന്നാണ്. റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ രക്ഷ, റിലീഫ് എന്ന് പറഞ്ഞാൽ സാന്ത്വനമേകൽ, റീഹാബിലിറ്റേഷൻ പുനരധിവാസം. ഈ 3ഉം ചേർന്നാണ് ഏതൊരു പ്രകൃതിക്ഷോഭത്തിനോ അല്ലെങ്കിൽ എന്തൊരു വലിയ അപകടമോ ആൾക്കാർ മരിച്ചതോ നടക്കുമ്പോൾ സംഭവിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ആർമി അതിഗംഭീരമായി തന്നെ അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻസ് ചെയ്യുന്നു. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഇടത് വലത് മധ്യ ഭേദമന്യേ ആർമിക്ക് ഏറ്റവും നല്ല രീതിയിൽ ശ്ലാഘനീയമായ പ്രവർത്തനം എന്ന് ചൂണ്ടിക്കാട്ടും. അതിശക്തമായ മഴയും പ്രതികൂല കാലാവസ്ഥയും ഒന്നും പരിഗണിക്കാതെ നമ്മുടെ ജവാന്മാർ അതിശക്തമായി തന്നെ ആ ആൾക്കാരെ രക്ഷിക്കാനും ബെയിലി പാലം നിർമ്മിക്കാനും ബാക്കി അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, റെസ്ക്യൂവിന് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കാൻ ശ്രമിക്കുകയാണെന്ന് നമുക്കറിയാം. ആ റെസ്ക്യൂ പോകുന്നു. 250-ലേറെ മരണമായി, ഒരുപക്ഷെ 100-ലധികം കൂടി വരുമെന്ന് പറയുന്നു. വരാതിരിക്കട്ടെ. ഇനിയും ആ റെസ്ക്യൂ ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട് സ്ട്രോങ് ആയി. ഇനിയും റിലീഫാണ് വേണ്ടത്. എങ്ങനെയാണ് റിലീഫ് കൊണ്ടുവരിക? സാന്ത്വനമേകുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അവരോടൊപ്പം ഇരിക്കലാണ്. വലിയ നേതാക്കൾ വരുമ്പോൾ അപ്പോൾ ഈ നഷ്ടം ആർക്കും നികത്താനാവില്ല. അപ്പോൾ ആ വലിയ നേതാക്കൾ വന്ന് അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ആശ്വാസം ഉണ്ടാകുന്നു, അവർക്ക് പ്രതീക്ഷ ഉണ്ടാകുന്നു. പലപ്പോഴും ലൈഫ് റീബിൽഡ് ചെയ്യാം എന്ന ഹോപ്പ് ഉണ്ടാകുന്നു. 500 വീടുകൾ നിലനിന്നിരുന്ന പ്രദേശത്ത് ഇന്ന് 30 വീടുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ചില മാധ്യമ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണും. അതിനർത്ഥം 400-ലേറെ വീടുകൾ നശിക്കുന്നു. അപ്പോൾ വീട് പോകുന്നു, സ്വർണം പോകുന്നു, സർട്ടിഫിക്കറ്റുകൾ പോകുന്നു, അവരുടെ ജീവിതത്തിൽ ഇന്നേ വരെ അവർ സമ്പാദിച്ചു വെച്ച കാര്യങ്ങൾ നഷ്ടമാകും. ഈ ജനതയ്ക്ക് റിലീഫ്, അവർക്ക് ഏറ്റ മാനസികമായ ട്രോമ അഥവാ അവരുടെ മാനസിക ആഘാതം വളരെ വലുതാണ്. ആ ജനതയ്ക്ക് റിലീഫ് ഏകുകയാണ് വേണ്ടത്. ആ റിലീഫ് ഏകാൻ ഒരുപക്ഷെ ഏറ്റവും അനുയോജ്യൻ ശ്രീ രാഹുൽ ഗാന്ധി തന്നെയാണ്. അദ്ദേഹം സ്വാഭാവികമായും വളരെ എംപത്തറ്റിക് ആയ അല്ലെങ്കിൽ എല്ലാവരോടും സഹാനുഭൂതിയോടും കരുണയോടും കൂടി പെരുമാറുന്ന വ്യക്തിയാണെന്ന് നമുക്കറിയാം. അതോടൊപ്പം തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഒരുപാട് ദുഃഖങ്ങളും ദുരന്തങ്ങളും കണ്ട് ആ വിഷമങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി ശ്രീമതി ഇന്ദിരാഗാന്ധി നമ്മുടെ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായതാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശ്രീ രാജീവ് ഗാന്ധി നമ്മുടെ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായതാണ്. ഇവർക്കൊന്നും വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ടല്ല, ഈ രാജ്യത്തിന് വേണ്ടി അവർ അതിശക്തമായ എടുത്ത നിലപാടുകളുടെ പേരിലാണ് കൊല്ലപ്പെടുന്നത്. ശ്രീമതി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത് ഖാലിസ്ഥാനി തീവ്രവാദം, നമ്മുടെ ഏറ്റവും പ്രൗഢഗംഭീരമായ സിഖ് സമൂഹത്തിലെ വഴിതെറ്റിപ്പോയ ഖാലിസ്ഥാനി തീവ്രവാദികൾ ഇന്ദിരാഗാന്ധിയെ വകവരുത്തുകയായിരുന്നു. അതോടൊപ്പം നമ്മുടെ ഏറ്റവും പ്രാചീന ഭാഷയായ നമ്മുടെയൊക്കെ അഭിമാനമായ തമിഴ്, ആ തമിഴിനെ തീവ്രതയിലേക്ക് മാറ്റി നമ്മുടെ സഹായം, ഇന്ത്യയുടെ സഹായം പോലും തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയ LTTE-യുടെ തീവ്രവാദികളായിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും യങ് ആയ വൈബ്രന്റ് ആയ രാജീവ് ഗാന്ധി, ശ്രീ രാഹുൽ ഗാന്ധിയുടെ അച്ഛനെ കൊലപ്പെടുത്തുന്നത്. അന്ന് അദ്ദേഹത്തിന് 20-21 വയസ്സ് മാത്രമാണ് പ്രായം. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് സാന്ത്വനമേകാൻ കഴിയും. രാഹുൽ ഗാന്ധി ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. ആ സാന്ത്വനത്തിൻ്റെ കണ്ണീരൊപ്പാനായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തുന്നുണ്ട്. വളരെ ആശ്വാസകരമാണ്. അവരിത് അറിഞ്ഞ അടുത്ത ദിവസം തന്നെ എത്താനിരുന്നതാണ്. അപ്പോൾ ആർമി അടക്കമുള്ള ആൾക്കാർ ഒരു ദിവസം അവരുടെ യാത്ര വൈകിപ്പിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം പ്രതികൂല കാലാവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇപ്പം ശ്രീ രാഹുൽ ഗാന്ധി എത്തുന്നത്, ശ്രീമതി പ്രിയങ്ക ഗാന്ധി എത്തുന്നത് നമ്മുടെ കണ്ണീരൊപ്പാനും സാന്ത്വനമേകാനുമാണ്. അത് വളരെ പോസിറ്റീവാണ്. സിമിലർലി രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ആർമിയുടെ അടക്കം റെസ്ക്യൂ പ്രവർത്തകരുടെ സൗകര്യവും സമയവും കൂടെ നോക്കി നമ്മുടെ സ്ഥലത്തേക്ക് വരണം. കൂടുതൽ റിലീഫ് ഉണ്ടാകണം. ഇവർക്ക് വീടുകൾ നിർമ്മിച്ച് നൽകണം. ഇവരുടെ തകർന്നുപോയ ജീവിതങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. അവർക്ക് എന്തെങ്കിലും റീഹാബിലിറ്റേഷൻ, പുനരധിവാസത്തിന് വേണ്ടി ശ്രമിക്കണം. ആ പുനരധിവാസത്തിന് വേണ്ടി ശ്രമിക്കാനൊക്കെയുള്ള നല്ലൊരു അവസരമാണ്. നമുക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നമ്മളെ കൈയോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ഹെൽപ്പ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. അതെല്ലാം സ്വീകരിക്കാൻ നമുക്കാകണം. നല്ലൊരു ഒക്കേഷനാണ്. ശ്രീ രാഹുൽ ഗാന്ധി ആർമി റെസ്ക്യൂ ഓപ്പറേഷന് നേതൃത്വം നൽകിയതുപോലെ
ശ്രീ രാഹുൽ ഗാന്ധി റിലീഫിനും റീഹാബിലിറ്റേഷനും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തനായ നേതാക്കളിൽ ഒരാൾ, അതോടൊപ്പം വയനാട് MP എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്തുത്യർഹമായ സേവനങ്ങൾ തുടരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. വയനാട്ടിലെ ജനതയെ നമുക്ക് ചേർത്ത് പിടിക്കാം. നമ്മളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും, അത് പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടിലേക്കാകാം, ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടിലേക്കാകാം, നിങ്ങൾ പാർട്ടിയോ സമുദായമോ എന്ത് പേരിലും ആകാം. പക്ഷേ ആ മനുഷ്യർക്ക് ഇപ്പം വേണ്ടത് സഹായമാണ്. അത് കൊടുക്കാൻ, സമാശ്വാസം കൊടുക്കാൻ നമുക്കാകട്ടെ. ജയ് ഹിന്ദ്. ദൈവം അനുഗ്രഹിക്കട്ടെ.